ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. ഇതെനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. കാരണം അദ്ദേഹത്തിന് മെഷീൻ വാങ്ങിയപ്പോൾ ഇതേപോലത്തെ ഒരു ടൂൾ കിട്ടി. ഇതെന്തിനാണ് യൂസ് ചെയ്യാമെന്ന് അറിയില്ല. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിന് ഈ കാണിക്കുന്ന ഭാഗത്തൊരു ബ്ലേഡാണുള്ളത് കേട്ടോ. ഇത് നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ് കേട്ടോ. അതിൻ്റെ മുൻവശത്തായിട്ട് ഒരു സ്പ്രിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തയ്യൽ മെഷീനിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഇത് ഫിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കട്ടോ. ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മളെ പ്രഷർ ഫുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് നമ്മളെ സൂചിയൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം ഈ പ്രഷർ ഫുട്ടിൻ്റെ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആക്കുക. നന്നായിട്ട് ടൈറ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഇത് മുകളിലേക്ക് ഇതേപോലെ പൊന്തി വരുന്നത് കാണാൻ കഴിയും കേട്ടോ. ഇതേപോലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാനുള്ള റെക്സിന് വെച്ചിട്ട് ഇതിൽ തയ്ച്ച് നോക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും പ്രഷർ ഫുട്ട് ഇളകാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, പ്രഷർ ഫുട്ട് ഇളകുന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഈ ത്രെഡ് കട്ട് ചെയ്യാനുള്ള കേട്ടോ. ത്രെഡ് കട്ടറാണ്, ഈസി ആയിട്ടുള്ള ത്രെഡ് കട്ടറാണ് കേട്ടോ. അതാണോ, ഇപ്പോൾ ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമ്മളെ കത്രികൊന്നും നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് കറക്റ്റ് തന്നെ ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലൂടെയാണ് ഈ നൂല് വന്നിട്ട് ഈ ബ്ലേഡ് ഇതുപോലത്തെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ആട്ടോ. ഈ ബ്ലേഡ് മുകൾ വശത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ അധിക പേരും ചിലവർ വാങ്ങിയ സമയത്ത് തന്നെ ഇത് താത്തി ഫിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഈ ബ്ലേഡ് മുകൾ വശത്തേക്ക് വന്നാൽ മാത്രമേ നമ്മൾ നൂല് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ല, ഇതേപോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് നൂല് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് ഫിക്സ് ചെയ്തിട്ട് ഇതേപോലെ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കത്രികേൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കത്രിക ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് അവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും. അപ്പോൾ ഇത് എങ്ങനെ വാങ്ങുക എന്നുള്ളത് നിങ്ങൾക്ക് നമ്മളെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട് ഇത്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. എന്തായാലും എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഇത് അറിയാത്തവരുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് അറിയുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടല്ല. ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് തന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ തയ്ച്ചതിൻ്റെ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നൂല് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവും കേട്ടോ. നമുക്ക് അവിടെ വെച്ചിട്ട് പതുക്കെ ഇങ്ങോട്ട് വലിച്ചാൽ മതി, അത് കട്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.